ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈന ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഫലങ്ങളിൽ ഒന്നാണ് ലിച്ചി. നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ലിച്ചിയാണ് കേട്ടോ. ലിച്ചിപ്പഴം നമ്മൾ പല രീതിയിലും കഴിച്ചു വരുന്നുണ്ട് അല്ലേ. വളരെ നല്ല രീതിയിൽ നമ്മുടെ ലിച്ചി പൂത്തു നിൽക്കുകയും ഇതുപോലെ നിറയെ കായ്കൾ ഉണ്ടായിട്ട് പഴുത്തു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. 9 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണ് ലിച്ചി. കടും പച്ച നിറമുള്ള ഇലകളിൽ തളിരിലകൾക്ക് ചെമ്പ് നിറമാണ് കണ്ടുവരുന്നത്. ശരാശരി 30 എണ്ണം വരെ കായകൾ വീതമുള്ള കുലകളായിട്ട് ശിഖരത്തിൻ്റെ അഗ്രങ്ങളിൽ കൂട്ടായി കുലച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നീണ്ടുരുണ്ട പഴങ്ങളുടെ പുറത്തെ തൊലി പിങ്ക് കലർന്ന ചുവപ്പ് നിറത്തിൽ പരുക്കനായിട്ട് കാണപ്പെടുന്നുണ്ട്. അകത്ത് മുന്തിരി പോലെ കാണപ്പെടുന്ന വിത്തുമാണ് ഉള്ളത്. വിത്തിന് ചുറ്റും കാണുന്ന കഴമ്പിന് നല്ല മധുരമാണ്. ധാരാളം ജീവകങ്ങളും പോഷക പദാർത്ഥങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണിൽ ലിച്ചി നന്നായിട്ട് വളരാറുണ്ട്. വിത്തുകൾ വഴിയും തൈകൾ വഴിയും കമ്പ് കോതിയൊക്കെ നമുക്ക് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാം. ഇതിൽ വിത്തുകൾ വഴിയും തൈകൾ വഴിയും നട്ടു കൊടുക്കുന്ന ചെടികൾക്ക് മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ കാണാറില്ല കേട്ടോ. കൂടാതെ കായ്ഫലം ലഭിക്കുന്നതിന് 5 വർഷം മുതൽ 15 വർഷം വരെ കാലതാമസം എടുക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മാതൃവൃക്ഷത്തിൻ്റെ കൊമ്പ് വായുവിൽ പതി വെച്ചിട്ട് എടുക്കുന്ന തൈകൾ മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ ഉള്ളവയും 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ നമുക്ക് കായ്ഫലങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. കായ്കൾക്ക് പൂർണ്ണമായിട്ട് ചുവന്ന നിറമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. പക്ഷേ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുന്നതിന് വേണ്ടിയിട്ട് പാതി നിറമെത്തിയ കായ്കളാണ് നമ്മൾ വിളവെടുക്കുന്നത്. 5 വർഷം പ്രായമായ മരത്തിൽ നിന്നും നമുക്ക് 500 ലിച്ചിപ്പഴങ്ങൾ വരെ വിളവെടുക്കാനായിട്ട് കഴിയും. 20 വർഷം വളർച്ചയെത്തിയ മരത്തിൽ നിന്നും 4000 മുതൽ 5000 എണ്ണം വരെയൊക്കെ കായ്കൾ ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് ലിച്ചിയുടെ പോഷകമൂല്യത്തെക്കുറിച്ചൊന്ന് നോക്കിയാലോ. ലിച്ചിപ്പഴത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം പൾപ്പ് പോഷകങ്ങൾ നിറഞ്ഞതാണ്. വിറ്റാമിനുകളും ധാതുക്കളും ഉൾപ്പെടെ നിരവധി പോഷകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ലിച്ചി. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡുകൾ, നാര്, കാൽസ്യം, ഊർജം, ഇരുമ്പ്, മഗ്നീഷ്യം, സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് എന്നിവയുടെ എല്ലാം നല്ലൊരു കലവറയാണ് നമ്മുടെ ഈ ലിച്ചിപ്പഴം. വിളവെടുപ്പിന് ശേഷം ലിച്ചി വളരെ പെട്ടെന്ന് കേടാവുന്നു കേട്ടോ. അതിനാൽ ഇത് പലപ്പോഴും ഉണങ്ങിയ പഴങ്ങൾ, ജ്യൂസുകൾ, വൈനുകളൊക്കെ ആയിട്ട് സംസ്കരിച്ചിട്ട് സൂക്ഷിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നതിലുപരി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽ വ്യവസായങ്ങളിലൊക്കെ നമ്മുടെ ഈ ലിച്ചി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയ ലിച്ചിയുടെ വിശേഷങ്ങൾ. നമ്മൾ ലിച്ചി ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നതൊക്കെ കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. കൂടെ നമ്മുടെ ലിച്ചിയുടെ ഒരുപാട് പേർക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പങ്കുവെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഇനിയും കൂട്ടുകാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മറ്റ് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.